ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് അമ്മോൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ചെറിയൊരു സൽക്കാരത്തിൻ്റെ വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇവിടെ ബിരിയാണി വെക്കണേ ഹെൽപ്പറാണ്. ചെമ്പൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നേരെ കിച്ചണിലേക്കാണ് വന്നത്. ഓരോരുത്തരും ഓരോ തിരക്കിലാണ്, ഓരോ ജോലികളിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഫുഡ് ദം ബിരിയാണിയാണ് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രാത്രിയായിട്ട് നമുക്ക് സൽക്കാരം വരുന്നത്, അതിക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്തിയ ഉടനെ തന്നെ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ ഒരുങ്ങിയത്. അതിനിടയിൽ ഇത് അമ്മായി നമുക്ക് ജ്യൂസൊക്കെ കൊണ്ട് തന്ന്. അപ്പോൾ ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്, കണ്ണൂർ കോക്ടെയിലാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പുഡിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതിപ്പോ എന്തിനുള്ളതാണ് കട്ട് ചെയ്യണത്? ഐസ്ക്രീം ഇട്ട് അണ്ടിക്കണ്ണിട്ട്, ഇത് അണ്ടിക്കണ്ണ്. ഇതാണ് നമ്മുടെ ഇതെന്താ ഇടുന്നത് നിങ്ങള്? അണ്ടിക്കണ്ണില്ലേ? ഈ അണ്ടിക്കണ്ണ് എന്തിനാണ് ഇടുന്നത്? അപ്പൊ ഇതിലേക്ക് പെട്ടത് അതൊക്കെ നിങ്ങൾ എന്തൊക്കെയാ പെട്ടത്? ഐസ്ക്രീം ഇട്ട്, മിൽക്ക് മേഡ് വെച്ച്, അണ്ടിക്കണ്ണിട്ട്. ഇനി എന്തൊക്കെ ഇടാണ്ട്? പപ്പായ, ക്യാരറ്റ്, പാല്. ഇത് മൂന്നും ആഡ് ചെയ്താൽ കണ്ണൂർ കോക്ടെയിൽ. ഇവിടെ ബിരിയാണിന്റെ കൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് കിച്ചണിൽ നല്ല പണീൻ്റെ തിരക്കായതുകൊണ്ട് ഒന്നായിട്ട് അലങ്കോലായി എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞാലാണ് അതൊന്ന് ഫിനിഷായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫൈനലി നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ണൂർ കോക്ടെയിൽ. അപ്പം നമ്മളൊന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊരാഗ്രഹം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു ഗ്ലാസ് കുറച്ച് തന്നു, കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോരുത്തരിത് അടുത്ത ഓരോ ജോലിയിലാണ്. അപ്പം ഞാൻ പുറത്തുള്ള വീഡിയോസ് ഒന്ന് എടുക്കാൻ അതിനിടയിലൊന്ന് പോയി നോക്കിയതാണ്. നിങ്ങൾക്ക് എന്താ പണി പടാ? ഇവലൊക്കെ ആര്? നമ്മളെക്കാളും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ മക്കൾ. കാരണം എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ, കുട്ടികളൊന്നായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസം തന്നെ അല്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. അപ്പോൾ എന്നോട് ഒന്നും കൂടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഒരു കുറച്ചും കൂടെ ഐസ്ക്രീം ആഡ് ചെയ്തിടണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഐസ്ക്രീം കുറച്ചും കൂടെ ആഡ് ചെയ്തപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ റെസ്റ്റ് എടുത്ത് എല്ലാവരും കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കുട്ടികളൊക്കെ മേലെയാണ് തോന്നുന്നുണ്ട്. കൊടുക്കാണ്ട് നിങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമുള്ളൂ കേട്ടോ. എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ബിരിയാണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ദം ബിരിയാണിയാണ്. അപ്പം ഫുഡൊക്കെ വരുന്നത് എളാപ്പേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ടൂർ പോയ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ ഹസ്ബൻഡാട്ടോ. അങ്ങനെ ബിരിയാണി ദമ്മിന് വേണ്ടിയിട്ട് പുറത്ത് കയറ്റിയിട്ടു. അങ്ങനെ ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം മക്കളോടൊക്കെ അകത്തേക്ക് കയറി കൊണ്ടുകൊടുത്ത് നിസ്കരിക്കാനൊക്കെ പറയട്ടെ. അങ്ങനെ ഏകദേശം ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്താണ് മുണ്ടാത്തത്? ഉറങ്ങിച്ചതാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇവിടെ എന്താ വില? ജ്യൂസ് കുടിക്കണേ. ഇവിടെ ചിക്കനായിട്ട് പൊരിക്കാൻ പോണത്. നല്ല സൂക്ഷിച്ചിട്ടാ. റെഡില്ലേ? വന്നവരൊക്കെ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ്. സറ പറയലേ കിച്ചണില് പച്ച കളറത്. ഓരോ ചൂട് ഓരൊക്കെ അല്ലോളെ. ആരും കണ്ടില്ല, ലേസ് തിന്നാണ്. എല്ലാരും കൈക്കൊരു ലേസാണ്. അടുത്തത് നമ്മുടെ മെയിൻ ഗസ്റ്റ് എത്തിയിട്ടോ. നമ്മുടെ മണവാട്ടിയും മണവാളനും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനുള്ള ഒരു ആകാംക്ഷയോടെ ആയിട്ട് എല്ലാവരും. ഇവരെ ഒപ്പിച്ചതാണ്. സറ പറയലാണ്. അടിപൊളി ബീഫ്, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ അതുപോലെ നല്ല കറി, ചിക്കൻ കറി ഉണ്ട്. നമുക്കിതാ നല്ല സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഏകദേശം ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഇനി ഒരാളും കൂടെ വരാണ്ട് ഓരോ വെയിറ്റ് ചെയ്യാട്ടോ. ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടാ? ചാക്കിലിടണം.